ഇന്ന് കുറച്ച് മിഠായി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതും 90 കാലഘട്ടത്തിലൊക്കെ പെട്ടിക്കടകളിലൊക്കെ കാര്യമായിട്ട് കച്ചവടം ചെയ്തിരുന്ന മിഠായികളാണിത്. അപ്പോൾ ഏതൊക്കെ മിഠായികളാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഏതൊക്കെ മിഠായി എന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പേര് പ്ലം കേക്ക്, അതായത് ഞങ്ങളൊക്കെ പറയാറ് പുളിയച്ചാറിൻ്റെ കട്ട എന്നൊക്കെയായിരുന്നു ഇതിന് പറഞ്ഞിരുന്നത്. പഞ്ഞിമിഠായി കേട്ടോ. പോപ്പിൻസ് മിഠായി, പോപ്പിൻസ് മിഠായി ഇട്ടത്, പുളിയച്ചാറ്, പിന്നെ ഈ മിഠായിക്ക് എന്താ പേര് പറയാമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതെന്താണ് കറക്റ്റ് എനിക്ക് പേരറിയില്ല കേട്ടോ. പിന്നെ എരിവും പുളിയും മിഠായി, പിന്നെ ആനമയിലൊട്ടകം എന്നൊക്കെയാണ് ഈ മിഠായിക്ക് ഞങ്ങളൊക്കെ പേര് പറഞ്ഞിരുന്നത്. ഈ മിഠായിയുടെ കൂടെ ഇതുപോലെ ഓരോ മൃഗങ്ങളുടെ രൂപവും കിട്ടും. പുളിമുട്ടായി, പിന്നെ ഇതിന് എന്താ കറക്റ്റ് പേര് എനിക്കറിയില്ല. ഇത് പിന്നെ നാരങ്ങ മിഠായി, ഇത് നെയ്യ് മിഠായി എന്നാട്ടോ ഞങ്ങൾ ഇവിടെയൊക്കെ പറയാറ്. ഇത് പുളിമുട്ടായി തന്നെയാണ്. പുളിമുട്ടായിയുടെ ഒരു കട്ടയാണിത്. ഇത് കടിച്ചാപ്പറച്ചി എന്നാണ് പറയല്. ഇത് പിന്നെ പമ്പര മിഠായി, ജോക്കർ മിഠായിയുടെ കവറിനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. പിന്നെ ഈ മിഠായിയാണ് വാങ്ങിച്ചത്. ഇതിനും എന്താ പേര് എനിക്കറിയില്ല. അപ്പോൾ ഈ മിഠായിയൊക്കെയാണ് കേട്ടോ ഇന്ന് വാങ്ങിച്ചത്. 90 കാലഘട്ടത്തിലൊക്കെ സ്കൂളിൽ പോകുമ്പോഴും അതുപോലെ തിരിച്ചൊക്കെ വരുമ്പോഴും ഒക്കെ ഇതുപോലെയുള്ള മിഠായിയൊക്കെ വാങ്ങിച്ച് പോരും. അന്നൊക്കെ കടകളിൽ ഇങ്ങനെയുള്ള മിഠായിയും പുളിയച്ചാറൊക്കെ തന്നെ കാര്യമായിട്ട് ഉണ്ടാവുള്ളൂ. ഇതിൽ ഇനിയും ഒരുപാട് കിട്ടാത്ത മിഠായിയൊക്കെ ഉണ്ട് കേട്ടോ.